മലക്കപ്പാറയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നതാണ് നായകൻ വിവേക്. ആളൊരു CI ആണ്. ജോയിൻ ചെയ്ത വിവേകിന് ആദ്യമായി കിട്ടിയ കേസ് രാജേന്ദ്രൻ എന്ന ഒരാളുടെ FB ലൈവിലൂടെയുള്ള ആത്മഹത്യയാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. രാജേന്ദ്രനും ആലീസ് ജ്വല്ലറി ഉടമ വിൻസെന്റും ഫ്രാൻസിസ് തടത്തിലും ചേർന്ന് ഒരു പെൺകുട്ടിയെ 1985 കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. രാജേന്ദ്രൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു അസ്ഥിക്കൂടം കിട്ടുന്നു, കൂടെ ഒരു കുലുസും. പ്രാഥമിക പരിശോധനയിൽ അസ്ഥിക്കൂടം ഒരു പെൺകുട്ടിയുടേതാണെന്ന് തെളിയുന്നു. കേസ് അന്വേഷിക്കുവാനുള്ള ചുമതല വിവേകിന് ലഭിക്കുന്നു. 1985 കാണാതായ പെൺകുട്ടികളുടെ ലിസ്റ്റിൽ നിന്നും വിവേകിന് ഒരു സൂചനയും ലഭിക്കുന്നില്ല. എന്നാൽ തട്ടിപ്പ് നടത്തി മുങ്ങിയ പെൺകുട്ടികളുടെ ലിസ്റ്റിൽ നിന്നും പരാതി കൊടുത്ത ചന്ദ്രപ്പൻ എന്ന ആളുടെ അഡ്രസ് വിവേകിന് ലഭിക്കുന്നു. ചന്ദ്രപ്പനിൽ നിന്നും ആ പെൺകുട്ടിയുടെ പേര് രേഖ എന്നാണെന്നും ആളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്നും വിവേക് മനസ്സിലാക്കുന്നു. അന്ന് അവൾ അഭിനയിച്ച ഒരു പാട്ട് സീനിൽ നിന്നും രേഖയുടെ ചിത്രം വിവേകിന് ലഭിക്കുന്നു. വിശദമായ പരിശോധനയിൽ അന്നത്തെ അഭിനയത്തിന് ശേഷം രേഖയെ പിന്നീട് ആരും കണ്ടിട്ടില്ലെന്നും അവൾ ഒരു കൊലുസ് ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നും വിവേക് മനസ്സിലാക്കുന്നു. തന്റെ കയ്യിലുള്ള അസ്ഥിക്കൂടം രേഖയുടെ തന്നെയാണ് എന്ന് വിവേക് ഉറപ്പിക്കുന്നു. രേഖയുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കന്യാസ്ത്രീയിൽ നിന്നും രേഖ മഠത്തിലെ വിലപ്പെട്ട പലതും മോഷ്ടിച്ച് മുങ്ങിയതാണെന്ന് വിവേക് മനസ്സിലാക്കുന്നു. അന്ന് മഠത്തിലുണ്ടായിരുന്നവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആ കന്യാസ്ത്രീ വിവേകിനോട് പറയുന്നു. കന്യാസ്ത്രീ കൊടുത്ത ഡീറ്റെയിൽസിൽ നിന്നും അന്ന് 1985 രാത്രി ഒരു പെൺകുട്ടിയെ മഠത്തിൽ നിന്നും 4 പേർ ചേർന്ന് പായയിൽ കെട്ടിപ്പുറത്തു കൊണ്ടുവരുന്നത് നേരിട്ട് കണ്ട 2 ആളുകളെ വിവേക് കണ്ടുമുട്ടുന്നു. എന്നാൽ ഈ 2 പേരും ചന്ദ്രപ്പനും കൊലപ്പെടുന്നു. വൈകാതെ അന്ന് കുഴിച്ചിടാൻ കൂട്ടുനിന്ന ഫ്രാൻസിസിനെ വിവേക് കണ്ടുപിടിക്കുന്നു. അയാളിൽ നിന്നും ഇതെല്ലാം ചെയ്തത് മഠത്തിൽ അന്നുണ്ടായിരുന്ന പുഷ്പവും വക്കച്ചനും ചേർന്ന് ആണെന്ന് വിവേക് മനസ്സിലാക്കുന്നു. അന്നത്തെ വക്കച്ചനാണ് ആലീസ് ജ്വല്ലറി ഉടമ വിൻസെന്റ് എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസ് ആണ് പുഷ്പമെന്നും വിവേക് മനസ്സിലാക്കുന്നു. ഇതറിഞ്ഞ് വിൻസെന്റ് വിവേകിനെ അപായപ്പെടുത്തുന്നു. എന്നാൽ വിവേക് രക്ഷപ്പെടുന്നു. രേഖയുടെ അനുജത്തി കന്യാകുമാരിയിൽ ഉണ്ടെന്നറിഞ്ഞ് വിവേക് അങ്ങോട്ട് ചെല്ലുന്നു. അനുജത്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. DNA ഫലം പുറത്തു വന്നപ്പോൾ അസ്ഥിക്കൂടം രേഖയുടെ തന്നെയാണ് എന്ന് തെളിയുന്നു. വിൻസെന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. രേഖയുടെ അസ്ഥിക്കൂടം ആചാരപൂർവ്വം എല്ലാവരും ചേർന്ന് അടക്കം ചെയ്യുന്നു.